പക്ഷെ എന്നാലും ഒരു സിഗരറ്റ് വലിക്കുന്ന ഡോക്ടർ എന്നോട് ചികിത്സയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇനി എന്തായാലും ഞാൻ പോകുന്നില്ല. അതെ, അതിനോട് തുടർന്ന് തന്നെ കാലങ്ങളോളം നമ്മൾ ചികിത്സ തുടരേണ്ട ഒരു അവസ്ഥയായിരിക്കും. അവരിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ മാസങ്ങളോളം ചികിത്സ കൊടുക്കേണ്ടി വരുന്നത്. ഇത് വളരെ വലിയ ശീലമായി കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്കത് ഉപേക്ഷിക്കാനൊക്കെ വളരെ പ്രയാസം ഉണ്ടാവും. ടെമ്പററി ആയിട്ട് ചിലപ്പോൾ ഈ നിക്കോട്ടിനൊക്കെ സർക്കുലേഷൻ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അടുത്ത മൊമെന്റിൽ അയാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സും പ്രശ്നങ്ങളും വരാനാണ് സാധ്യത. അതോ ടൊബാക്കോ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്ക് ബൾജ് വന്നിരിക്കുന്ന ഹെമറോയിഡ് വന്നിരിക്കുന്ന ഭാഗം ചുരുങ്ങി പോവുകയും പിന്നീട് അത് തള്ളി വരാത്ത വിധം ബലം ഉള്ള സ്ട്രോങ് ആയി മാറുകയും ചെയ്യുന്നു. കാരണം മോഡേൺ മെഡിസിനിലേക്ക് പോകുമ്പോൾ അശുദ്ധ രക്തം എന്ന് പറയുമെങ്കിലും അശുദ്ധ രക്തത്തെ അതൊരു അശുദ്ധമായ രക്തം കൃത്യമായൊരു പ്യൂരിഫിക്കേറ്ററി തെറാപ്പി നമ്മൾ സാധാരണക്കാരനാണെങ്കിലും ഒരു അസുഖം ഇല്ലാത്ത ആളാണെങ്കിലും ചെയ്യേണ്ട ആവശ്യകത ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മുടെ യുവാക്കൾക്കിടയിലാണെങ്കിലും ഇപ്പോൾ വളരെ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു 20+ ഏജിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണെങ്കിലും മുന്നേ ഉള്ള നമ്മുടെ കുറച്ച് പ്രായമുള്ള ആളുകളിലാണെങ്കിലും പുകവലി അവരുടെ വലിയൊരു ദുശീലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വെരിക്കോസ് വെയിൻ കേസസിലാണെങ്കിലും ഇപ്പോൾ പൈൽസ്, ഫിസ്റ്റുല, ഹെമറോയിഡ് പോലുള്ള മലദ്വാര സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലാണെങ്കിലും അന്നനാളം റിലേറ്റഡായിട്ടുള്ള രോഗങ്ങളിലാണെങ്കിലും പുകവലി വലിയൊരു ഫാക്ടറായിട്ട് പലപ്പോഴും വരാറുണ്ട്. അതൊരു ഭയങ്കര റിസ്ക് ഫാക്ടറായിട്ടും നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് അവരുടെ അസുഖത്തിന് വിപരീതമായിട്ട് കൊണ്ടുപോകുന്ന പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ പുകവലി എത്രത്തോളം ഈ പറഞ്ഞ രോഗങ്ങളെ ബാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്? പുകവലി മറ്റ് അസുഖങ്ങളിൽ ഒരു വില്ലനായിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ മലദ്വാര രോഗങ്ങളിൽ, പ്രത്യേകിച്ച് പൈൽസ് അതുപോലെ ഫിഷർ പോലുള്ള അസുഖങ്ങളിലും വില്ലനായിരിക്കുന്നുണ്ട്. അതുകൂടാതെ മലാശയങ്ങളെ ബാധിക്കുന്ന ക്യാൻസറിനൊക്കെ ഒരു പരിധിവരെ വലിയ കാരണമാവുന്നുണ്ട്. പുകവലിക്കുന്നത് രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന മാറ്റം തീർച്ചയായും രക്തക്കുഴലിനെ ബാധിക്കുന്ന പൈൽസ് പോലുള്ള അസുഖങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ പൈൽസിന് ചികിത്സിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിഷറിന് ചികിത്സിക്കുമ്പോൾ നമ്മുടെ രോഗികളോട് അത് നിർത്തിവെക്കാൻ തന്നെ പറയാറുണ്ട്. ഇനി തുടങ്ങാത്ത രീതിയിൽ നിർത്തിവെക്കാൻ പറയാറുണ്ട്. ഇടയ്ക്കൊരു പേഷ്യൻ്റ് ഒരു പൈൽസിന് ഒരു ക്ഷാരകർമ്മത്തിന് വേണ്ടി വന്ന കേസ് ഓർക്കുന്നില്ലേ ഡോക്ടർ? അയാളൊരു നാടൻ പണിക്കാരനാണ്, ചെറുപ്പക്കാരനാണ്. പക്ഷേ ദിവസം എനിക്ക് തോന്നുന്നു 1-2 പാക്കറ്റ് സിഗരറ്റ് വലിക്കും. അയാൾക്ക് പൈൽസിൻ്റെ പ്രശ്നമായിരുന്നു. അയാളൊരു ഡോക്ടറെ പോയി കണ്ടു, സർജനെ കണ്ടു. മരുന്ന് 2-3 ദിവസത്തേക്ക് മരുന്ന് കൊടുത്ത് കുറവില്ല. രണ്ടാമത് വന്നപ്പോൾ ഈ സർജൻ OPയിൽ ഇരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് രോഗി എങ്കിൽ പോലും രോഗിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര വിമിഷ്ടമായി. സർജൻ അദ്ദേഹത്തിനോട് ഹെമറോഡക്ടമി സർജറി പ്രൊസീജിയർ നിർദ്ദേശിച്ച് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒക്കെ ചെയ്ത് വരാൻ വേണ്ടി പറയുകയും ചെയ്തു. പക്ഷെ ഇത് കണ്ട് രോഷാകുലനായ രോഗി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് പറഞ്ഞത് ഇതേ കാര്യമാണ് പറഞ്ഞത്. അത് ഭയങ്കര അത്ഭുതകരമായി തോന്നി. 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആളാണ് ഡോക്ടർ ഞാൻ. പക്ഷെ എന്നാലും ഒരു സിഗരറ്റ് വലിക്കുന്ന ഡോക്ടർ എന്നോട് ചികിത്സയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇനി എന്തായാലും ഞാൻ പോകുന്നില്ല. പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ട് നമ്മളത് മുതലെടുക്കുകയും പുള്ളിയുടെ സിഗരറ്റ് സ്മോക്കിംഗ് ആൾമോസ്റ്റ് നിർത്തുകയും ആ അസുഖം നമ്മൾ ചികിത്സിക്കുകയും ക്ഷാരകർമ്മം ചെയ്ത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. അയാളുടെ ഭാര്യയൊക്കെ കൂട്ടിയിട്ട് 1-2 വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആദ്യത്തെ 2-3 വിസിറ്റിൽ നമുക്ക് കുറച്ച് റിസൾട്ട് കുറയുന്നു എന്ന് തോന്നി രോഗിയായി വിശദമായ 1-2 ചർച്ചകൾ ഉണ്ടാവുകയും അതിൽ നിന്നാണ് നമ്മൾ ഈ പുകവലി വളരെ കൂടുതലാണ് പുകവലി എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തത്. അങ്ങനെ രോഗിക്ക് കൃത്യമായ അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയപ്പോഴാണ് രോഗി ഈ രസകരമായ അനുഭവം നമ്മളായി പങ്കുവെച്ചത്. അപ്പോൾ അത് രോഗികൾക്കത് മറ്റൊരാൾ ചെയ്യുന്ന കാണുമ്പോൾ അത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയി തോന്നുന്നു. പക്ഷെ അത് നിർത്തിയാൽ മാത്രമേ നമ്മൾ ഇന്ന് OPയിൽ ഏറ്റവും കൂടുതൽ ആ പ്രായക്കാരിൽ വരുന്ന ആളുകളിൽ പറയുന്ന ഒരു അഡ്വൈസ് അത് തന്നെയാണ്. ഭക്ഷണ ക്രമീകരണത്തോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റ് ശീലങ്ങൾ, ഇതുപോലെ ദുശീലങ്ങളായിട്ടുള്ള ആൽക്കഹോളിസം, എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് കൺട്രോൾ ചെയ്താലേ നിങ്ങളുടെ മെയിൻ പ്രശ്നം, അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടുണ്ട്. ചില ആൾക്കാർക്ക് സ്മോക്ക് ചെയ്താലേ രാവിലെ ടോയ്ലറ്റിൽ പോകും, അങ്ങനെയൊക്കെ ശീലം പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് അതായത് ദിവസേന ഇത്രയും പാക്കറ്റ്സ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തക്കുഴലിന് അത്രയും മാരകമായ ചേഞ്ചസ് ഉണ്ടാവുകയും അതിനോട് തുടർന്ന് തന്നെ കാലങ്ങളോളം നമ്മൾ ചികിത്സ തുടരേണ്ട ഒരു അവസ്ഥയായിരിക്കും. അവരിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ മാസങ്ങളോളം ചികിത്സ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊരു നിർബന്ധമായും സ്റ്റോപ്പ് ചെയ്യേണ്ട, എന്നാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് രോഗിക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ആളുകൂടി വില്ലിംഗ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ ചികിത്സയിൽ അതിന് വലിയൊരു റോള് തന്നെയുണ്ട്.
വെരിക്കോസ് വെയിനിലും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? വെരിക്കോസ് വെയിനിൽ പ്രധാനമായിട്ടും വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നതിന് തന്നെ വലിയൊരു റിസ്ക് ഫാക്ടറായിട്ട് സ്മോക്കിംഗ് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സ്റ്റാൻഡിങ് ടൈപ്പ് അല്ലെങ്കിൽ കാലിന് കൂടുതൽ സ്ട്രെയിൻ ഉള്ള തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഭയങ്കരമായിട്ട് സെഡിമെന്റേഷൻ ഉണ്ടാവും. നിക്കോട്ടിന്റെ ആണെങ്കിലും ടാറിന്റെ ആണെങ്കിലും നമ്മുടെ ബ്ലഡിലേക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ സെഡിമെന്റേഷൻ ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും ഇനീഷ്യലായിട്ടുണ്ടാവുക ചെറിയ രീതിയിലുള്ള മൈക്രോ സർക്കുലേഷൻ ബ്ലോക്കേജുകൾ കാലിലുണ്ടാവുകയും കാലിന്റെ കളർ ചേഞ്ച് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഒരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവുന്നതാണ് ഏറ്റവും ഇനീഷ്യലി പലപ്പോഴും കണ്ടുവരിക. പിന്നെ ഇത് വളരെ ക്രോണിക് ആയിട്ട് പോകുന്ന സമയത്ത് ഇതിനകത്ത് രക്തം കട്ട പിടിക്കുകയും ഡീപ്പ് വീനസ് ത്രോംബോസിസ് അതേപോലുള്ള അസുഖങ്ങളിലേക്ക് പോവുകയും ഒക്കെ ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതേപോലെ ഇത് വൺസ് ഒരു അൾസർ ആയിട്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ, വീനസ് അൾസർ ഉണ്ടായി കഴിഞ്ഞാൽ സ്മോക്കിംഗ് ഭയങ്കര വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. നമ്മള് മുന്നേയുള്ള ചില ഡിസ്കഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഴുന്നിന്റെ കാര്യം. ഉഴുന്ന് കഴിക്കുന്ന സമയത്ത് പസ് ഉണ്ടാവുകയും അത് ഊസ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതേ സംഭവം നമുക്ക് സ്മോക്കിംഗ് ഹിസ്റ്ററിയുള്ള ആളുകളിലും കാണാൻ സാധിക്കും. സ്മോക്കിംഗ് അവർ ഇപ്പോൾ ചില പേഷ്യൻസ് ഇത് വളരെ വലിയ ശീലമായി കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഉപേക്ഷിക്കാനൊക്കെ വളരെ പ്രയാസം ഉണ്ടാവും. നമ്മൾ പരമാവധി പറഞ്ഞാലും അവര് ചിലപ്പോൾ വല്ലപ്പോഴും ഒരു സ്മോക്ക് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കാനാ എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് സ്മോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ അൾസറിൽ വരുന്ന ചേഞ്ച് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റും. ട്രീറ്റ്മെന്റിനിടയിൽ തന്നെ ചിലപ്പോൾ അതിനകത്ത് പെട്ടെന്ന് പസ് വരികയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുന്ന സമയത്തായിരിക്കും പേഷ്യന്റ് പറയാം ഞാൻ ഒരു വട്ടം ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. പക്ഷെ നമുക്ക് പല മെഡിസിൻസ് ഉപയോഗിച്ച്, അതായത് ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഇവർ സ്മോക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ പല മെഡിസിൻസും ഈ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഇതിനകത്തുള്ള ഡെർബീസിനെ റിമൂവ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് അവർ കൃത്യമായി ആ ദുശീലം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റിന് വിധേയരാവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ സാധിക്കും. സ്മോക്കിംഗ് ഏത് തരത്തിൽ ചിന്തിച്ചാലും പ്രശ്നക്കാരനാണ്. പക്ഷെ ഇന്ന് ആളുകൾക്ക് അവയർനെസ്സിൻ്റെ ഒരു കുഴപ്പമല്ല. ഇപ്പോൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ശീലങ്ങൾ, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കണം, ഭക്ഷണം കഴിച്ചാൽ ഒരു സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഒരു സിഗരറ്റ് വലിക്കണം. അതൊരു ശീലത്തിൻ്റെ ഭാഗം കൂടിയാണ്. ചിലരൊക്കെ പറയും സിഗരറ്റ് വലിച്ചാൽ ടെൻഷൻ മാറുമെന്ന്. ടെമ്പററി ആയിട്ട് ചിലപ്പോൾ ഈ നിക്കോട്ടിനൊക്കെ സർക്കുലേഷൻ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അടുത്ത മൊമെൻറ്റിൽ അയാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സും പ്രശ്നങ്ങളും വരാനാണ് സാധ്യത. അതിന് വേറൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പലപ്പോഴും കണ്ടുവരുന്നത് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണ് കൂടുതലായിട്ട് ആളുകൾ ഇൻസ്പയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്ലഡിൽ മിക്സ് ആവുന്ന സമയത്ത് ഒരു ഡോപ്പമിൻ റഷ് നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് ഉണ്ടാവുകയും ആ റഷിന്റെ ഒരു കട്ട് ഓഫ് ടൈമിൽ ഇത് വീണ്ടും ബോഡിയിൽ നിന്ന് അയാൾ കൂടുതൽ സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും പോവുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഇത്ര ഡോപ്പമിൻ കിട്ടി, കുറച്ചുകൂടെ ഡോപ്പമിൻ തരുമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർക്കിത് വീണ്ടും 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 സ്മോക്ക് ചെയ്യാനും അത് ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് അവർക്ക് ഫസ്റ്റ് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്താലേ പലപ്പോഴും സ്മോക്കിംഗ് അവർ ഉപേക്ഷിക്കാൻ പലപ്പോഴും തയ്യാറാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഗ്രേഡ് കൂടെ കയറ്റി ചിലപ്പോൾ പേഷ്യൻ്റ് അടുത്ത് പറയും നിങ്ങളുടെ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരെ പോയേക്കും, അതുകൊണ്ട് നിങ്ങളിത് ഒഴിവാക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലായിരിക്കും ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് ഓക്കെ ഞാൻ ഇത് അവസാനിപ്പിക്കാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുള്ളൂ. ചില സമയങ്ങളിൽ പ്രമേഹമുള്ള പേഷ്യൻസിന് ഇത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് പലപ്പോഴും കണ്ടുവരാറുണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി വീനസ് അൾസർ അല്ലെങ്കിൽ വെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് പുവറാണ്, അവർക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയും കൂടെ ഉണ്ടാവും. ഈ നിക്കോട്ടിന്റെയും ടാർ കണ്ടന്റിന്റെയും ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളുടെ ബലക്ഷയത്തിനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര വലിയ കാരണമായിട്ട് മാറും. ഇവർക്കപ്പോൾ സെൻസേഷണൽ ഇഷ്യൂസും ബാക്കി വരുമ്പോൾ നമുക്കിത് ന്യൂറോപ്പതി ആണോ അതോ ടൊബാക്കോ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഈ ഞരമ്പുകളെ ബലപ്പെടുത്താനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റും അപ്പം പ്രമേഹത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവരുടെ ദുശീലം പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് റിക്കവറി സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ ഞരമ്പുകളെ ബലപ്പെടുത്തുന്ന ട്രീറ്റ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ആയുർവേദത്തിന്റെ ഒരു അത്ഭുത സിദ്ധിയാണെന്ന് വേണമെങ്കിൽ പറയാം. വെയിൻസിനെ, ആർട്ടറീസിനെ ആ സ്ട്രക്ചറൽ ആയിട്ട് ശക്തിപ്പെടുത്തുക എന്നുള്ളത് അത് ഇപ്പോഴും മോഡേൺ മെഡിസിന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണെന്നാണ് മരുന്ന് കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പൈൽസിലാണെങ്കിൽ പോലും നമ്മുടെ ചികിത്സകൾ ക്ഷാരാർവം പോലുള്ള ചികിത്സകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെരിക്കോസിറ്റി അല്ലെങ്കിൽ അവിടെ ആ
ബൾജ് വന്നിരിക്കുന്ന ഹെമറോയിഡ് വന്നിരിക്കുന്ന ഭാഗം ചുരുങ്ങി പോവുകയും പിന്നീട് അത് തള്ളി വരാത്ത വിധം ബലം ഉള്ള സ്ട്രോങ് ആയി മാറുകയും ചെയ്യുന്നു, ഫൈബ്രോസിസ് വരികയും ചെയ്യുന്നു. അതൊരു വണ്ടർഫുൾ റിസൾട്ട് ആണത്. അത് നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് കേസസ് കൂടുതലായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രക്തദുഷ്ടി എന്ന് പറയുന്ന വലിയൊരു ഘടകം നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം മോഡേൺ മെഡിസിനിലേക്ക് പോകുമ്പോൾ അശുദ്ധ രക്തം എന്ന് പറയുമെങ്കിലും അശുദ്ധ രക്തത്തെ അതൊരു അശുദ്ധമായ രക്തം എന്നുള്ളതുകൊണ്ടല്ല, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എന്നതിന്റെ ജസ്റ്റ് പരിഭാഷ മാത്രമാണ് അശുദ്ധ രക്തം. അതെ, പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അശുദ്ധ രക്തം എന്ന് പറയുന്നത് പ്യുവർലി എ ബിഗ് കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഉണ്ടാവുന്ന വ്യാധികൾ അത് തന്നെ ഒരുപാട് പറയുന്നുണ്ട്. അതേപോലെ ഇതുകൊണ്ടുണ്ടാവുന്ന വിദ്രതികൾ, അന്ധവിദ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതിനെ മെഡിസിൻ കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നത്. അതേസമയം ഈ പറഞ്ഞ ചില കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് അത് ഈ രക്തദുഷ്ടിയുടെ ഇതിലെ കൺസെപ്റ്റിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാനും പലപ്പോഴും സാധിക്കാറുണ്ട്. നമ്മൾ ആൽക്കഹോളിസം അതേപോലെ പുകവലി പോലെയുള്ള ശീലങ്ങൾ തുടർച്ചയായുള്ള ആളുകളിൽ പലപ്പോഴും നിർത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ശോധനാ തെറാപ്പി എന്ന് പറയുന്നത് അവിടെ മോഷൻ പോവുക എന്നുള്ളതോ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സ്രോതസ്സുകളെയും ഓരോ ചാനൽസിനെയും ക്ലിയർ ചെയ്യാവുന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളൊക്കെ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരം അസുഖങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കാനും രക്തജമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം അതിനുള്ള ഒരു പ്രത്യേക മേഖല തന്നെ ചികിത്സയിലുള്ളത് ശരിക്കും ആയുർവേദത്തിന് തന്നെ അവകാശപ്പെടാവുന്ന ഒരു ഇതാണ്. കൃത്യമായ അകത്തേക്ക് മരുന്നുകൾ കൊടുക്കുകയും ഒരു പ്യൂരിഫിക്കേറ്ററി തെറാപ്പി കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ തുടർച്ചയായി വരുന്നത് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു അതിൻ്റെ കൂടി പ്രാധാന്യം ഇന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ പോലും അതെ, പലതരം മായം കലർന്ന ആഹാരങ്ങളെല്ലാം കഴിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായൊരു പ്യൂരിഫിക്കേറ്ററി തെറാപ്പി നമ്മൾ സാധാരണക്കാരനാണെങ്കിലും ഒരു അസുഖം ഇല്ലാത്ത ആളാണെങ്കിലും ചെയ്യേണ്ട ആവശ്യകത ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരികയാണ്. ഇതിലൊരു ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ ട്രഡീഷണലായിട്ട് ഒരു ആയുർവേദം എന്ന അർത്ഥത്തിലല്ലെങ്കിലും ഒരു ഫോക്ക് മെഡിസിൻ, ഒരു നാടൻ രീതി, നാട്ടുവൈദ്യം എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ സീസണൽ ചേഞ്ചിനനുസരിച്ച് വയറിളക്കുന്ന സംവിധാനം അല്ലെങ്കിൽ വിരയ്ക്ക് നാടൻ രീതിയിലുള്ള മരുന്ന് കൊടുക്കുന്ന സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പിന്നീടത് നമ്മുടെ സംസ്കാരത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായ പോലെ തന്നെ ഇതിലും മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സീസണലായിട്ട് ഒരു ശുദ്ധി അല്ലെങ്കിൽ ഒരു വിരേചനം ചെയ്യണമെന്ന് ആളുകളോട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഓക്വേർഡായിട്ട് ഭയങ്കര മോശമായിട്ടാണ് ആളുകൾ അതിനെ സമീപിക്കുക. പക്ഷേ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് അത്രമാത്രമുണ്ട്. ഇതര വൈദ്യശാസ്ത്രത്തിലെ ചില ഡോക്ടർമാരെന്ന് പറയുന്ന വിദ്വാൻമാർ ഇതിനെ ഭയങ്കരമായിട്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോഷം എന്നൊക്കെ പറയുന്ന പഞ്ചകർമ്മ രീതികൾ അത് ഈ ശോധനത്തിന്, ഈ പറഞ്ഞ പോലെ ഡീടോക്സിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തുമാത്രം ഉപകരിക്കുന്നുണ്ട് അത് നമുക്കറിയാം. പല അസുഖങ്ങളും വേരോടെ വിത്തിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. ഈ വേരോടെ അസുഖം മാറുന്നതിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്തോന്നറിയില്ല, അത് വളരെ നെഗറ്റീവായി പറയുന്നൊരു രീതിയുണ്ട്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഏതൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും, എത്ര സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ടെങ്കിലും അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് പേഷ്യൻറ്റിൻ്റെ വെൽബീയിങ്ങിന് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതിലാണ് ഈ വൈദ്യശാസ്ത്രങ്ങളുടെ ബ്യൂട്ടി ഇരിക്കുന്നത്. അത് മനസ്സിലാക്കി സമൂഹവും എല്ലാ വൈദ്യശാസ്ത്ര ശാഖയിലെ ഡോക്ടർമാരും മുന്നോട്ട് വരണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അതിൽ പ്രധാനമായിട്ടും അതിന് 2-3 കാരണങ്ങളുണ്ടെന്നാണ് തോന്നുന്നത് മോഡേൺ ഡോക്ടേഴ്സ് ഇതിനെ എതിർക്കുന്നതിന്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് വിത്തൗട്ട് കൺസൾട്ടേഷൻ ആയിരിക്കും പലപ്പോഴും പേഷ്യൻസ് ഈ പറഞ്ഞ പല മെഡിസിൻസും വാങ്ങിച്ചുപയോഗിക്കുന്നത്. അതൊരു പ്രോബ്ലം ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ബാക്കിയുള്ള മെഡിസിൻസ് അവർ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചുപയോഗിക്കുന്നതിൻ്റെ 4-1 അത് ശരിക്കും പറഞ്ഞാൽ വരുന്നുള്ളൂ. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെങ്കിൽ അതൊരു കുറ്റമായിട്ട് തന്നെ നിലനിൽക്കും. അതല്ലാതെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഒരിക്കലും സാധിക്കില്ല. പക്ഷെ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ശോധന തെറാപ്പി എന്നുള്ള രീതിയിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൺസൾട്ടേഷൻ എടുത്ത് ചെയ്യുന്ന ഒരാൾക്കും എന്തെങ്കിലും ഒരു ദോഷം വന്നതായിട്ടുള്ള ഒരു റെക്കോർഡും നമുക്ക് എവിടെയും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇവർ ഇതിനെ ഒരു ഭയപ്പാടോടുകൂടി കാണേണ്ടതൊന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുകൂടാതെ ഇപ്പോൾ അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരുന്ന പേഷ്യൻസിന് പോലും നമുക്ക് നമ്മുടെ രീതിയിലുള്ള ശോധന തെറാപ്പീസും ബാക്കിയുള്ളതും കൊടുക്കുമ്പോൾ അവരുടെ ലൈഫ് ബെറ്റർ ആവുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. സോ ഇതിനെ അവർ ഒരു എതിർത്ത്
നിങ്ങളിതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തേണ്ട പോലത്തെ ഒരു പ്രോബ്ലം ഉള്ള ഒരു സംഭവം അല്ല എന്നുള്ളതാണ് അവർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്.